ഇത്ര ശക്തിയുള്ള ഒരു ആയുധം വേറെയില്ല. പിശാചിന് ഏറ്റവും കൂടുതൽ ഭയമുള്ളത് ഉപവാസത്തെയും വചനധ്യാനത്തെയുമാണ്. ഉപവസിക്കുന്നതിന്റെ അടുത്തേക്ക് ജഡീക ആസക്തി കൊണ്ട് പിശാചിന് വരുവാൻ കഴിയില്ല. ആ മർമ്മം നേരത്തെ നമ്മൾ മനസ്സിലാക്കി ജഡത്തിൽ സഹിഷ്ണുത ഏറ്റെടുത്ത് പാപത്തെ അകറ്റി നിർത്തണം. ജഡീകമായ ആസക്തികളും വ്യാപാരങ്ങളിൽ നിങ്ങൾ പോണമോ? ഉപവാസമല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല, വേറൊരു ഓപ്ഷൻ ഇല്ലെന്നേ. ഉപവാസത്തിന് പകരം ഞാൻ 40 ദിവസം കുർബാന ചൊല്ലിയേക്കാം, അല്ലെങ്കിൽ 40 ദിവസം കുർബാന ചൊല്ലിച്ചേക്കാം, അല്ലെങ്കിൽ 500 പേർക്ക് ഭക്ഷണം കൊടുത്തേക്കാം, അല്ലെങ്കിൽ 100 പേർക്ക് വീട് വെച്ച് കൊടുത്തേക്കാം. ഇതൊന്നും ഉപവാസത്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല. ഉപവാസത്തിന് ഓപ്ഷൻ ഇല്ല. ഉപവസിച്ചിരിക്കണം. കർത്താവ് നോക്കിയിട്ട് ഉപവസിച്ചിട്ടുണ്ട്. ആ ഉപവാസത്തിനോട് ചേർന്ന് നമ്മുടെ ബലഹീനമായ ഉപവാസത്തെ സമർപ്പിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഉപവാസത്തെ സ്വീകരിച്ച് ദൈവികമായ അനുഭൂതിയും ദൂതന്മാരുടെ